നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 19 തീയതി രാവിലെ 1:30 നടക്കാൻ പോകുന്ന റയൽ മാഡ്രിഡും വലൻഷ്യയും തമ്മിലുള്ള ലാ ലീഗ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡ്രീം ലെവലിൽ ഒത്തിരിയധികം മാച്ചസ് ഇനിയുള്ള കമ്മിങ് ഡേയ്സിൽ വരും. അതിപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണെങ്കിലും ലാ ലീഗ ആണെങ്കിലും ബുണ്ടസ് ലീഗ ആണെങ്കിലും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാ മാച്ചും ഒരിക്കലും കളിക്കാൻ പറ്റത്തില്ല. റിസ്കി എന്നുള്ള സെക്ഷനിലുള്ള മാച്ചസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും കളിക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ GL മാത്രം കളിക്കുക, 1-2 ടീം വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും റിസ്കി മാച്ച് കളിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പ്രിഫർ ചെയ്യത്തില്ല. ഇന്നത്തെ പല മാച്ചസും ടോപ്പ് 2 ടീംസും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ മാഞ്ചസ്റ്റർ സിറ്റി, ആർസണൽ. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ബെറ്റിംഗ് ഓഡ്സ് മാച്ച് സിറ്റിയാണ് ഫേവർ ചെയ്യുന്നതെങ്കിലും റീസ്റ്റാർട്ടിന് ശേഷം ഉള്ള ഒരു മാച്ച് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യമേ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയുള്ള കാര്യം, നമ്മുടെ ജുവൻറ്റസും നാപ്പോളിയും തമ്മിലുള്ള മാച്ച്, അതിനേക്കാളും ഇന്നത്തേക്ക് ഏറ്റവും വലിയ റിസ്കി ആയിട്ടുള്ളൊരു മാച്ചാണ്. രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അതും നെപ്പോളിയുടെ ഹോമും കൂടെയാണ്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. സോ ഇങ്ങനത്തെ മാച്ചസ് നിങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളോട് മുന്നേ എടുത്ത് പറഞ്ഞത്, മഴവെള്ളം പോലെ ഇനി മാച്ചസ് വരും. സോ 1-2 മാച്ചസ് പോയെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ദിവസം ഒരു മാച്ച് കളിച്ചാൽ തന്നെ ധാരാളം. അതായത് ഒരു മാച്ച് കളിച്ചു ലോസായി അപ്പോൾ തന്നെ പിന്നെ വലിച്ചു വാരി കളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ മാച്ചസിൻ്റെ പ്രഡിക്ഷൻസ് തരാത്ത. ഓരോ ദിവസവും 1 അല്ലെങ്കിൽ 2 മാച്ചസിനെ വെച്ച് മാക്സിമം തരുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. സോ ഈ വീഡിയോയിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ പ്രഡിക്ഷൻസിലേക്ക് പോകാം. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ലാസ്റ്റ് ഐവാറുമായിട്ടുള്ള മാച്ചിൽ 3-1 ജയിച്ചായിരുന്നു. അന്ന് ഗോൾ അടിച്ചത് ടോണി ക്രൂസ്, സെർജിയോ റാമോസ്, പിന്നെ മാർസലോ. അന്ന് ബെൻസിമ ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ കൂടെ അവരുടെ പൊട്ടൻഷ്യൽ ഗോൾ സ്കോറേഴ്സായ ടോണി ക്രൂസ്, സെർജിയോ റാമോസ് ആൻഡ് മാർസലോ സ്കോർ ചെയ്തു, കംഫർട്ടബിളായിട്ട് വിൻ ചെയ്തു. സോ അവരുടെ ഹോമിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ഗെയിമിൽ അൺബീറ്റൺ റണ്ണാണ് അവർ ഹോമിൽ. ഈവൻ ദോ അവർ നോർമലി കളിക്കുന്ന ഒരു ഹോം സ്റ്റേഡിയം അല്ല എന്നുണ്ടെങ്കിൽ കൂടെ ദിസ് ഈസ് ഓൾസോ ദ ഹോം സ്റ്റേഡിയം. സോ ഹോമിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴും അവർക്ക് ഉണ്ടാവും. മറ്റേ സ്റ്റേഡിയത്തിൽ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. പിന്നെ സിദാന് ഇനി വരാൻ പോകുന്ന ടൈറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് നല്ലോണം അറിയാം. പിന്നെ അവർ എപ്പോഴും ടോപ്പ് 2 തമ്മിലുള്ള മാച്ചസ് ആണ് എപ്പോഴും നടക്കുന്നത്. അതായത് ബാർസലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ബിഗ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അവർ ടോപ്പിൽ എത്തണം എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മാച്ച് മാക്സിമം ജയിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. ഇനി വലൻഷ്യയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ മാച്ചിൽ വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം റോഡ്രിഗോ 89th മിനിറ്റിൽ ഒരു ഓപ്പണർ ഗോൾ സ്കോർ ചെയ്തെങ്കിലും ഒരു പെനാൽറ്റി കാരണം അവർക്ക് ആ ഒരു മാച്ച് ഡ്രോയിൽ പോയി. അപ്പോൾ അവർക്ക് വിൻ ക്യാൻസലായി. അല്ലെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളി 1-0 ജയിക്കേണ്ടതായിരുന്നു. സോ ആ ഒരു പ്രോബ്ലം അവർക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ വലൻഷ്യ ടോപ്പ് 6ൽ നിൽക്കുന്ന ഒരു ടീം ആണെങ്കിൽ കൂടെ അവരുടെ ഗോൾസ് ഫോർവേഡും ഗോൾസ് അക്സെപ്റ്റും റേഷ്യോ നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് അവർ ഒരുപാട് ഗോൾസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ സെയിം ടീം തന്നെ റയൽ മാഡ്രിഡിനെ 1-1 ഡ്രോയിൽ നേരത്തെ തളച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് അവരുടെ ഹോം ഗ്രൗണ്ടാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മാച്ചിൽ കരൺ ബെൻസെമ 95th മിനിറ്റ് ഈക്വലൈസർ കാരണമാണ് കാർലോസ് സോളറാണ് വലൻഷ്യയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചത്. പക്ഷേ 95th മിനിറ്റിൽ കരീം ബെൻസെമയുടെ ഒരു ഗോൾ കാരണം ഈക്വലൈസറായി ആ മാച്ച് ഡ്രോ ആയി. ഇനി റയൽ മാഡ്രിഡിൻ്റെ ടോപ്പ് ലാലിഗ ഫോം നോക്കുകയാണെങ്കിൽ വിൻ ഡ്രോ ലോസ് വിൻ ലോസ് വിൻ. ഓൾ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഡ്രോ ലോസ് ലോസ് വിൻ ലോസ് വിൻ. ഇനി വലൻഷ്യയുടെ ഓൾ ലാലിഗ ഫോം നോക്കുകയാണെങ്കിൽ ലോസ് ഡ്രോ ലോസ് വിൻ ഡ്രോ ഡ്രോ. വലൻഷ്യയുടെ എല്ലാ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ലോസ് ലോസ് വിൻ ഡ്രോ ലോസ് ഡ്രോ. ഇനി ടീമിൻ്റെ ന്യൂസ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാനി കാർവജൽ ഒരു ഡൗട്ടാണ്. ഈവൻ ദോ നമ്മൾ പ്രോബബിൾ ലൈനപ്പിലെല്ലാം കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡൗട്ടാണ്. ഒരു ആംഗിൾ ഇഞ്ചുറിയുടെ സ്കെയർ ഉണ്ട്. സോ എഡർ മിലിറ്റാവോ ആയിരിക്കാം റൈറ്റ് ബാക്കിൽ, സപ്പോസ് ഡാനി കാർവജൽ കളിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത്. ഇനി ഫെർലാൻ മെൻഡിയെ കുറച്ച് ലെഫ്റ്റ് ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു, റീസ്റ്റാർട്ട് കാരണം വന്നതുകൊണ്ട് തന്നെ പല പ്ലെയേഴ്സിനും ഫാറ്റീഗ് പ്രോബ്ലംസ് വരുന്നുണ്ട്. മാർസലയ്ക്ക് സൈൻസ് ഓഫ് ഫാറ്റീഗ് ഉണ്ട്. എഗൻസ്റ്റ് ഐബാറിനൊരു പ്രശ്നമുണ്ട്. സോ ഫെർലാൻ മെൻഡി ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റിസ്ക് എടുക്കാൻ ചാൻസ് ഇല്ല സിഡാൻ കോച്ച്.
ഇനി ഫെഡെ വെൽവെർഡെ ആയിരിക്കാം ലൂക്ക മോഡ്രിച്ചിനെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. സോ ഇസ്കോ പ്രോബബ്ലി ഈ മാച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മാച്ചിൽ ഞാൻ പറഞ്ഞു കളിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കളിച്ചില്ല. ഈ മാച്ച് ചിലപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വരും കരീം ബെൻസമയും ഈഡൻ ഹസാർഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വലൻഷ്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കളിയിൽ പെനാൽറ്റിയുടെ റീസണായ ഡിയാക്ബി അല്ലാന്നുണ്ടെങ്കിൽ ആ കളിയിൽ ജയിച്ചനെ. സോ ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഡിയാക്ബിയെ ഈ ടീമിൽ മാറ്റാൻ ചാൻസ് ഉണ്ട്, നോട്ട് ഷുവർ. ഇനി ഗബ്രിയൽ പോളിസ്റ്റ അവരുടെ ഡിഫൻഡർ ഒരു ഇഞ്ചുറി സ്ക്വയർ ആയിട്ട് ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും കളിക്കും എന്നുള്ള ന്യൂസുകളാണ് പുറത്തു വരുന്നത്. അതുപോലെ ഫെറാൻ ടോറസ് തന്നെയായിരിക്കാം സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്നത് റൈറ്റ് വിങ്ങിൽ. മാക്സി ഗോമസും കെവിൻ ഗാമോറയും റോഡ്രിഗോയും ഇതിൽ മൂന്നിൽ ഒരു മിക്സപ്പ് ഉണ്ട് ആരാണ് ടോപ്പ് 2-ൽ വരുന്നത് എന്നുള്ള രീതിയിൽ. സോ ഇവർ മൂന്നുപേരും കളിക്കുന്നുള്ള അസംഷനിൽ തന്നെ നിങ്ങൾ പോവുക, വേറൊരു വഴിയില്ല. ഇനി റയൽ മാഡ്രിഡിന്റെ പ്രഡിക്ഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ഫ്ലറി ഓഫ് ഗോൾസ് തന്നെയാണ് ഹാഫ് മിനിറ്റിൽ തന്നെ അവർ സ്കോർ ചെയ്ത് ഐബാറിനെതിരെ. സോ ഈ ഒരു ബിഗ് ടീംസിനെതിരെ കളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. ഫോർ എക്സാമ്പിൾ ബാർസലോണയുടെ കളിച്ചാൽ പോലെ തന്നെ ബാർസലോണയെ തോൽപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് എപ്പോഴും ഉള്ളത് റയൽ മാഡ്രിഡ്. സോ ടോപ്പ് ടീംസിനെതിരെ കളിക്കാൻ ഒത്തിരി താല്പര്യപ്പെടുന്ന ഒരു ടീമാണ്. സോ ടോപ്പ് ടീംസിനെതിരെ കളിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു എഫക്റ്റാണ് കൊണ്ടുവരുന്ന ടീമിന്. പിന്നുള്ള കാര്യം മാച്ച് ഫാക്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ലാസ്റ്റ് 14 മാച്ച് എഗൻസ്റ്റ് വലൻഷ്യക്കെതിരെയുള്ള 14 മാച്ചിൽ 12 എണ്ണത്തിലും 2 ഗോൾസിന് എബോവ് സ്കോർ ചെയ്തിട്ടുണ്ട്. മിനിമം 3 ഗോൾസെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 14 മാച്ചിൽ റയൽ മാഡ്രിഡ് അൺഡിഫീറ്റഡ് ആണ്, തോറ്റിട്ടില്ല. പിന്നെ റയൽ മാഡ്രിഡ് അറ്റ്ലീസ്റ്റ് മിനിമം 2 ഗോൾസ് എങ്കിലും ലാസ്റ്റ് 7 മാച്ചസ് വലൻഷ്യക്കെതിരെ ഹോമിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് റയൽ മാഡ്രിഡിന്റെ ഹോം മാച്ചാണ്. ഇനി റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 13 ഹോം മാച്ചസിൽ അൺഡിഫീറ്റഡ് ആണ് അഗൻസ്റ്റ് വലൻഷ്യ. സോ ഓൾ സ്റ്റാറ്റ്സ് ആർ ഫേവറിംഗ് റയൽ മാഡ്രിഡ്. പിന്നെ വലൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 5 എവേ മാച്ചസിൽ ഇതുവരെ വിൻ ചെയ്തിട്ടില്ല, ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്. ഇനി SLന്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് 3-1 എന്നുള്ളൊരു ഇതാണ്. ഞാനൊരു ക്ലീൻ ഷീറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ SL നോക്കുമ്പോൾ റയൽ മാഡ്രിഡിന്റെ ഹോമും കൂടെ ആയതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും നോക്കണം. സോ അത് ടീം സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് 3-1 എന്നുള്ള രീതിയിലായിരിക്കാം വരാൻ പോകുന്നത്. വലൻഷ്യ ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഒരുപാട് പൊട്ടൻഷ്യൽ ഗോൾ സ്കോറേഴ്സ് ഉണ്ട് വലൻഷ്യക്ക്. ലാസ്റ്റ് ഒരു മാച്ചിൻ്റെ കളഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം പൊട്ടൻഷ്യൽ ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. സോ കംഫർട്ടബിൾ വിക്ടറി തന്നെ ആയിരിക്കാം, ബട്ട് ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. ഇനി SL പിക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻസെമ തന്നെയായിരിക്കും. ഈവൻ ദോ കഴിഞ്ഞ കളിയിൽ ഗോൾ സ്കോർ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ക്യാപ്റ്റൻ ബെൻസെമ തന്നെ ആയിരിക്കും. പിന്നെ എല്ലാവരുടെ വൈസ് ക്യാപ്റ്റൻ റാമോസ് തന്നെ ആയിരിക്കും. കാരണം ക്ലീൻ ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ഷീറ്റിൻ്റെ പോയിന്റും അതുപോലെ ഗോൾ സ്കോർ ചെയ്ത ആ ഒരു പോയിന്റും കൂടെ കിട്ടുന്ന ഒരു പ്ലെയറാണ് റാമോസ്. പിന്നെ ഉള്ളത് ക്രൂസ്, പിന്നെ ഹസാർഡ് നല്ലൊരു ഓപ്ഷനാണ്. ഹസാർഡ് വൈസ് ക്യാപ്റ്റന് വേണ്ടി ബെസ്റ്റ് ഓപ്ഷനാണ്. കഴിഞ്ഞ കളിയിൽ ഒരൊറ്റ അസിസ്റ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യലി നല്ലൊരു പ്ലെയറാണ്. ഇനി ഫെറാൻ ടോറസ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലെയർ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അതുപോലെ പെരേജോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിഡ്ഫീൽഡിലുള്ളത്. VCക്ക് നല്ല ഓപ്ഷനാണ്. ഇനി ഗോമസ് അവരുടെ സുപ്രീം ഫോമിലുള്ള ഒരു പ്ലെയറാണ് വലൻഷ്യയുടെ, യു ക്യാൻ ട്രൈ. ഇനി മാർസലോ ഞാൻ പറഞ്ഞു ഇഞ്ചുറി സ്കെയർ ഉണ്ടെങ്കിൽ കൂടെ മാർസലോ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കളിയിൽ ഗോളും സ്കോർ ചെയ്തു. സോ പൊട്ടൻഷ്യലി VCക്ക് വേണ്ടിയുള്ള ഒരു പ്ലെയറാണ്. ഇനി റാഫേൽ വറാനയും നല്ലൊരു പ്ലെയറാണ്. കാർവജൽ ഓൾസോ ഹെഡറിനൊക്കെ നല്ലൊരു പ്ലെയറാണ്, ഗോൾസ് സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഇനി ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ സപ്പോസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് എല്ലാവരും എടുക്കാൻ പോകുന്ന ഒരു പ്ലെയറാണ്. സോ SL ബെയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പിക്ക് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റാറ്റ്സിലേക്ക് പോകാം. സോ 19-ാം തീയതി 1:30-ക്കാണ് മാച്ച് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ബെറ്റിംഗ് ഓഡ്സ് എല്ലാം ഫേവർ ചെയ്യുന്നത് വലൻഷ്യയാണ്. 1.36 ആണ് വലൻഷ്യ എങ്കിൽ 8 ആണ് 1.36 ആണ് റയൽ മാഡ്രിഡ് എങ്കിൽ 8 ആണ് വലൻഷ്യ. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് സെക്കൻഡും വലൻഷ്യ 8ഉം ആണ്. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് സെക്കൻഡാണ്. ലാസ്റ്റ് 5 മാച്ചിൽ 1 മാച്ചാണ് ഡ്രോ, ബാക്കി എല്ലാ മാച്ചും വിന്നാണ്. ഇനി എവയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലൻഷ്യ കഴിഞ്ഞ എല്ലാ മാച്ചുകളിലും രണ്ട് മാച്ച് ഡ്രോ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 3 മാച്ചും ലോസ് ആണ്. സോ നമ്മുടെ റെക്കോർഡ്സ് ഒന്നും അവരെ ഫേവർ ചെയ്യുന്നില്ല. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം 3-1, 2-0, പിന്നെ ഒരു 1-2 മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് തോറ്റു. പിന്നെ റയൽ മാഡ്രിഡ് സെൽറ്റവിഗുമായിട്ട് 2-2, പിന്നെ റയൽ മാഡ്രിഡ് സോൾസിഡുമായിട്ട് 3-4, പിന്നെ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് 1-0. ഇനി എവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡെപ്പോർട്ടോ അലവേസുമായിട്ടാണ് ഡ്രോ, പിന്നെ ഉള്ളത് 3-0 റയൽ സോയിസെഡുമായിട്ട്, പിന്നെ അറ്റ്ലാന്റുമായിട്ട് 4-1,
അറ്റ്ലാന്റ ഇസ് എ ഹെവി ടീം ഇൻ ഇറ്റാലിയൻ ലീഗ്. പിന്നെ ഗെറ്റഫി ആയിട്ട് ലോസ്, പിന്നെ ഗ്രനഡ ആയിട്ട് ലോസ്. സോ ഓഡ്സ് എല്ലാം ഫേവർ ചെയ്യുന്ന റയൽ മാഡ്രിഡ് ഒരു വിൻ തന്നെയാണ്. ഇനി ഇവർ തമ്മിലുള്ള എസ്റ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വലൻഷ്യയുടെ ഹോമിൽ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ 3-1 റയൽ മാഡ്രിഡ് ജയിച്ചു. അതിന് മുന്നേ ഒരു ഡ്രോ ആണ് ഞാൻ പറഞ്ഞത്. കാർലോസ് സോളർ ഗോൾ അടിച്ചു, പിന്നെ കരീം ബെൻസേമ ലാസ്റ്റ് മിനിറ്റ് ഒരു ഇക്വലൈസർ. ഇനി അതിന് മുന്നത്തെ മാച്ചിലും വലൻഷ്യ അവരുടെ ഹോമിൽ ജയിച്ചു. പിന്നെ റയൽ മാഡ്രിഡ് 2018 അവരുടെ ഹോം ഗ്രൗണ്ടിൽ ജയിച്ചു. സോ ഒരു കളിയിൽ മാഡ്രിഡ് ജയിച്ചു, ഒരു കളിയിൽ അവർ ഡ്രോ ആണ്. രണ്ട് കളിയിൽ മാഡ്രിഡ് ജയിച്ചു, ഒരു കളിയിൽ ഡ്രോ, ഒരു കളിയിൽ വലൻഷ്യ. സോ ഒരു ഡ്രോ ആവാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഇനി റയൽ മാഡ്രിഡിന്റെ സമ്മർ ഒഫൻസീവിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്യുന്നവരാണെന്ന് നോക്കാം. ഓവറോൾ നമുക്കറിയാം ബെൻസെമ തന്നെയാണ്. ഇനി ഹോമിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അവിടെയും ബെൻസെമ തന്നെയാണ്, 4 അസിസ്റ്റ് ഉണ്ട്. പിന്നെ കാസ്മേറോ 3 ഗോൾസ് 1 അസിസ്റ്റ്. പിന്നെ ക്രൂസ്, റാമോസ്, മോഡ്രിച്ച്, റോഡ്രിഗോ, വിൻസിയസ് ജൂനിയർ, ഈഡൻ ഹസാർഡ്, വെൽവെർഡെ. ഹസാർഡിന്റെ നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട, ഹസാർഡ് ഇപ്പോൾ ട്രാൻസ്ഫറായി വന്നതേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ഇംപ്രൂവ്. ഇനി അസിസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഉള്ള ബെൻസെമയാണ്. പിന്നെ കാർവജൽ, ഈഡൻ ഹസാർഡ്, വെൽവെർഡെ, ലൂക്ക മോഡ്രിച്ച്, ടോണി ക്രൂസ്, പിന്നെ കാസ്മേറോ, മെൻഡി, ഗാരത്ത് ബെയിൽ. ബെയിലൊന്നും അധികം കളി കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ, അതുകൊണ്ടാണ്. ഇനി റയൽ മാഡ്രിഡിന്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് ദ വിങ്സ്, ക്രിയേറ്റിംഗ് സ്കോറിംഗ് ചാൻസസ്, ഡിഫെൻഡിംഗ് സെറ്റ് പീസസ്, അറ്റാക്കിംഗ് സെറ്റ് പീസസ്, ഫിനിഷിംഗ്, സ്കോറിംഗ് ചാൻസസ്. ഇനി സ്റ്റൈൽ ഓഫ് പ്ലേ നോക്കുകയാണെങ്കിൽ കൺട്രോൾ ദ ഗെയിം ഇൻ ഒപ്പോസിഷൻ ഹാഫ്, അറ്റാക്കിംഗ് ഡൗൺ ദ ലെഫ്റ്റ്, ഷോർട്ട് പാസസ്, അറ്റംപ്റ്റ് ടു ദ ബോൾസ് ഓഫൺ, പൊസഷൻ ഫുട്ബോൾ, ടേക്ക് എ ലോട്ട് ഓഫ് ഷോട്ട്സ്, റൊട്ടേറ്റ് ദെയർ ഫസ്റ്റ് 11 ആൻഡ് നോൺ അഗ്രസീവ്. ഇനി വലൻഷ്യയുടെ എവയുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത് പാരേജോ, പിന്നെ കെവിൻ ഗാമേറോ, മാക്സി ഗോമസ്, ഫെറാൻ ടോറസ്, ഡെന്നി ചെറിഷേവ്, മനു വെലേജോ, റോഡ്രിഗോ മൊറീനോ, അലക്സാണ്ടർ ഫ്ലോറൻസി. അവരൊന്നും ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. ഇനി അസിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ്രിഗോ മൊറീനോ ആണ് ടോപ്പിൽ നിൽക്കുന്നത്, പിന്നെ ഫെറാൻ ടോറസ്, പിന്നെ വാസ്, ഡെനിസ് ചെറിഷേവ്, കെവിൻ ഗാമേറോ. ഇത്രയേ ഉള്ളൂ. ഇനി ഓവറോളിൻ്റെ കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം. ഓവറോളിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്ത റോഡ്രിഗോ മൊറീനോ, പിന്നെ വാസ് അവരുടെ ഡിഫൻഡറാണ്, ഫെറാൻ ടോറസ്, പെരേജോ, മാക്സി ഗോമസ്, ചെറിഷേവ്, ഗുവേഡസ്, ജാസ്പർ ചിലിസൺ അതവരുടെ ഗോൾ കീപ്പറാണ്, പിന്നെ ജോസ് ഗായ, കെവിൻ ഗാമേറോ. ഇനി ഗോൾസിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് നിൽക്കുന്നത് മാക്സി ഗോമസ് തന്നെയാണ്. ഹോമിലാണ്, പക്ഷേ ഓവറോൾ ആണത്, ഇവയല്ല ഓവറോൾ. പിന്നെ പെരേജോ, ഗമേറോ, ഫെറാൻ ടോറസ്, റോഡ്രിഗോ മൊറീനോ, സോളർ, വാസ്, ചെറിഷേവ്. ബാക്കിയെല്ലാം 1 goals ഈച്ച്. ഇനി അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ്, സ്കോറിംഗ് ചാൻസസ് കമ്മിങ് ഫ്രം ദ ലൂസിംഗ് പൊസിഷൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡിങ് ഓഫ്സൈഡ്, പ്രൊട്ടക്ടിങ് ദ ലീഡ്, സ്റ്റോപ്പിംഗ് ഒപ്പണൻസ് ഫ്രം ക്രിയേറ്റിംഗ് ചാൻസസ്, അവോയ്ഡിങ് ഫൗളിംഗ് ഇൻ ഡേഞ്ചറസ് ഏരിയാസ്, ഡിഫെൻഡിങ് ലോങ് ഷോട്ട്സ്, ഏരിയൽ ഡ്യുവൽസ്, ഡിഫെൻഡിങ് സെറ്റ് പീസസ്, ഡിഫെൻഡിങ് അഗൈൻസ്റ്റ് സ്കിൽഫുൾ പ്ലേയേഴ്സ്. ഇനി അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ത്രൂ ദ മിഡിൽ, അറ്റാക്ക് ഡൗൺ ദ റൈറ്റ്, ഷോർട്ട് പാസസ്, അറ്റംപ്റ്റ് ത്രൂ ദ ബോൾസ് ഓഫൺ, നോൺ അഗ്രസീവ്, പ്ലേയിങ് ഇൻ ദെയർ ഓൺ ഹാഫ്, റൊട്ടേറ്റ് ദെയർ ഫസ്റ്റ് 11. ഇനി റയൽ മാഡ്രിഡിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി എടുക്കുന്നവരെ നമുക്ക് നോക്കാം. പെനാൽറ്റി എടുക്കുന്നത് ബെൻസിമ അല്ലാന്നുണ്ടെങ്കിൽ സെർജിയോ റാമോസ് തന്നെയാണ്. ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും പെനാൽറ്റി എന്തായാലും എടുക്കാൻ പോകുന്നത്. ഇനി ഫ്രീ കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാസ്മേറോ എടുക്കാം, റാമോസ് എടുക്കാം, ബെയിലുണ്ട്, ഇസ്കോയുണ്ട്. പക്ഷേ ടോണി ക്രൂസ് നല്ലൊരു ഫ്രീ കിക്ക് പ്ലെയറാണ്. സോ ചാൻസ് ഉണ്ട് പുള്ളി എടുക്കാൻ. ഇനി യെല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ കാസ്മേറോ ആണ് ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇനി വലൻഷ്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലൻഷ്യയിൽ പെനാൽറ്റി എടുക്കാൻ പോകുന്നത് പെരേജോ തന്നെയാണ്, അവരുടെ മെയിൻ പ്ലെയർ പെരേജോ. പിന്നെ ഗോമോസും എടുത്തിട്ടുണ്ട്, പക്ഷേ പെരേജോ തന്നെയായിരിക്കും അവരുടെ മെയിൻ പെനാൽറ്റി ടേക്ക്. ഇനി ഫ്രീ കിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും പെരേജോ തന്നെയാണ്. പെരേജോ അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ഒരിക്കലും നിങ്ങൾ SL അവോയ്ഡ് ചെയ്യാൻ കൂടാത്ത പ്ലെയറാണ്. എന്തായാലും മസ്റ്റായിട്ട് പിക്ക് ചെയ്യണം. യെല്ലോ കാർഡ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് മാക്സിമിലിയാനോ ഗോമസ് ആണ്. ഇനി ഇതാണ് പ്രോബബിൾ ലൈനപ്പ് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. കൊർട്ടോയ്സ്, പിന്നെ മെൻഡി, റാമോസ്, വറാനെ, കാർവജൽ, വാൽവെർഡെ, കാസ്മേറോ, ക്രൂസ്, ഇസ്കോ, ബെൻസെമ, ഹസാർഡ്, മൊറീനോ, ഗോമസ്, പരേജോ, കുങ്ബഡിയ, സോളർ, ടോറസ്, വാസ്, കുലിജിയൻ, പോളിസ്റ്റ, ഗായ, കിലിസൻ. ഇനി എൻ്റെ GL പിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് എൻ്റെ GL പിക്ക് എന്ന് പറഞ്ഞാൽ. ഇസ്കോ പ്രോബബ്ലി കളിക്കാൻ ചാൻസും ഉണ്ട്, ഇനി കളിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇസ്കോ കളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ലൊരു ടാലൻറ്റഡ് പ്ലെയറാണ്. ഒത്തിരി ഗെയിം ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. പിന്നെ റോഡ്രിഗോ മൊറീനോ എപ്പോഴും ഒരു ബിഗ് പുണ്ടാണ് ഈ ഒരു മാച്ചിൽ.
അതുപോലെ കെവിൻ ഗാമേറോ, ഈവൻ സബ് ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. കീ ഗാമേറോ നല്ലൊരു പ്ലെയറാണ്. ഇനി റോഡ്രിഗോ അല്ലെങ്കിൽ വിൻസസ് ജൂനിയർ മോസ്റ്റ്ലി സബ് പ്ലെയേഴ്സ് ആണ്. സബ് ആണെന്നുണ്ടെങ്കിൽ ഇവർ അത്രയും പെർഫോം ചെയ്യാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. ബട്ട് മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഇനി കാസ്മേറോ അതുപോലെ ഹോം ഗ്രൗണ്ടിൽ നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ലൂക്ക മോഡ്രിച്ച് കളിക്കാൻ ചാൻസ് ഇല്ല. കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഏതൊരു ഗ്രൗണ്ടിലാണെങ്കിലും സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ് മിഡിൽ. വൽവറഡേയും നല്ലൊരു ഓപ്ഷനാണ്. വൽവറഡേ ഓർ ലൂക്ക മോഡ്രിച്ച് ആണ്, രണ്ടാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ഡി വാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻഡർ ഉണ്ട്, നല്ലൊരു പ്ലെയറാണ്. ക്യാൻ സ്കോർ, കാരണം വേറെ ആരും ടോപ്പിൽ സ്കോർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡി വാസിനെ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. അതുപോലെ സോളർ കഴിഞ്ഞ കളിയിൽ ഇതുപോലെ 1-1 ഡ്രോയിൽ ഗോൾ സ്കോർ ചെയ്ത ഒരു ലോൺ സ്കോററാണ് സോളർ. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഇത്രയാണ് എൻ്റെ GL പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രെഡിക്റ്റഡ് സ്കോർസ് എന്ന് പറഞ്ഞാൽ 2-1 വരാം, 2-0 വരാം, 3-2 വരാം, 3-0 വരാം, 4-0 വരാം, ഇനി 1-1 വരാം, അല്ലെങ്കിൽ 0-2 അല്ലെങ്കിൽ 0-1. അത് ഹൈ റിസ്ക് ആണ്. 0-2 ഇത്രയും കാര്യങ്ങൾ ഹൈ റിസ്ക് ആണ്. അതിൽ 0-2 വെരി വെരി ഹൈ റിസ്ക്. സോ ഇത്രയും നിങ്ങൾ GL ട്രൈ ചെയ്യുമ്പോൾ മാക്സിമം അങ്ങേറ്റത്തെ റിസ്കിലും നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ടീം ഇടുക. ഇനി എൻ്റെ ടീമിൻ്റെ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരല്പം ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ നല്ലോണം ഉണ്ട്. നമുക്ക് എല്ലാവരെയും എടുക്കാൻ പറ്റത്തില്ല ഈ ഒരു മാച്ചിൽ. വലിയ ബുദ്ധിമുട്ടാണ് ഈ മാച്ചിൽ. സോ ഞാൻ അതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് വരാനെ എടുത്തിട്ടുണ്ട്, റാമോസിനെ എടുത്തിട്ടുണ്ട്, കാർവജൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലീൻ ഷീറ്റ് എന്നുള്ളൊരു ഐഡിയ സപ്പോസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൊട്ടോയ്സിനെ എടുത്തിട്ടുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്, ഇല്ല എന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ ലോൺ ഡിഫൻഡർ ആയിട്ടുള്ള ഡി വാസിനെ എടുത്തിട്ടുണ്ട്, സ്കോറിങ് ചാൻസ് ഉള്ളതുകൊണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇസ്കോ, ഹസാർഡ്, ബെൻസെമയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് പ്ലെയേഴ്സിനെ മാറ്റാം. ഇസ്കോയെ മാറ്റി നിങ്ങൾക്ക് ടോണി ക്രൂസിനെ എടുക്കാം. പക്ഷേ ഒരു ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇനി ബി പരോജോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ ഫെറാൻ ടോറസ്, പിന്നെ മാക്സി ഗോമസ്, ഇത് മൂന്നുമാണ് അവരുടെ ടോപ്പ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയർ. പിന്നെ റോഡ്രിഗോ മൊറീനോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അതുപോലെ GL ആണെങ്കിലും SL ആണെങ്കിലും. അതുപോലെ കെവിൻ ഗാമേറോയും ഫോർവേഡിൽ കിടക്കുന്ന പ്ലെയറാണ്. ഇത്രയും ഞാൻ GL പിക്കും SL പിക്കും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യുക. ഇനി ഞാൻ എൻ്റെ ഇതിനകത്ത് ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്ന ബെൻസിമ, വൈസ് ക്യാപ്റ്റൻ റാമോസോ ആണ്. കാരണം മെജോറിറ്റി ആൾക്കാർ പോയിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ടീം. നിങ്ങൾക്ക് വേണ്ടി ഫൈനലായിട്ടുള്ളൊരു SL പിക്കും GL പിക്കും ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ SL പിക്ക്, ഇത്രയാണ് എൻ്റെ GL പിക്ക്, ഇത് എൻ്റെ പ്രെഡിക്റ്റഡ് സ്കോർ. സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക, ഞാൻ അനുസരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഇൻഫോർമേഷൻസ്. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. അപ്പോൾ അടുത്തൊരു പ്രഡിക്ഷൻ വരെ എല്ലാവർക്കും ബൈ.